ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് വടക്ക് ഭാഗത്ത് നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. കാറ്റുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഭയങ്കര കാറ്റ്, നല്ല അടിപൊളി കാറ്റടിക്കുന്നു. നല്ലതുപോലെ കാറ്റടിക്കുന്നുണ്ട് കണ്ടോ. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റേ ചൂണ്ട ചെറിയ കോല് വെച്ച് മീൻ പിടിക്കാമെന്നാണ് ഇവരിതിന് പറയുന്നത്. ഏതോ കടലിലോട്ട് ഇറങ്ങി നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇത് വടക്ക് ഭാഗമാണ് നമ്മുടെ. നല്ലപോലെ കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആരുമില്ല. ഇന്ന് മഴ സമയമായതുകൊണ്ട് കേട്ടോ, ഇവിടെ ഒന്നും ആരുമില്ല. മറ്റേതോ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കേണ്ടതാണ്. ഇന്ന് ആരുമില്ല. മഴയുടെ കോളുണ്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചായിരുന്നു, എന്നിട്ട് നിന്ന് കോളുണ്ട്. ഇതാ മഴയുടെ കോളുണ്ട്, ചിലപ്പോൾ പെയ്യുമായിരിക്കും. അപ്പോൾ അതെ, നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. ഇതാണ് നമ്മുടെ വടക്ക് ലഗൂൺ ബീച്ചിൻ്റെ ഭാഗമായതോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. ഇന്ന് വൈകുന്നേരം ഒന്ന് കറങ്ങിയില്ലെങ്കിൽ ഒരു രസമില്ല. എപ്പോഴും ഇവിടെ ആകെ ഇത്ര കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഒന്ന് തെക്ക് വടക്ക് അത്രേ ഉള്ളൂ, അങ്ങോട്ടൊക്കെ പോകാനുള്ളൂ. അപ്പം ഒന്ന് വെറുതെ ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. ഞങ്ങളിതോ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങളപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കറങ്ങിയിട്ട് വരട്ടെ. ഇവിടെ എല്ലാം ആൾക്കാരിരിക്കേണ്ടതാണ്, പക്ഷെ മഴയായതുകൊണ്ട് മാത്രമാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ദ്വീപിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെടി. കാറ്റുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. ഈ കാണുന്ന മരമാണ് നമ്മുടെ ദ്വീപിലുള്ളത്, ചീരണി മരം. ഇതിൻ്റെ ഇല വെച്ച് നമ്മുടെ ഇലയുടെ ഉണ്ടാക്കും ഇവർ നൈസായിട്ട്. ഇതാ ഈ ഇലക്കകത്ത് ഇത്രേ ഉള്ളൂ ഈ ഇല, വേണ്ട ഇത്രേ ഉള്ളൂ ഈ ഇല. ഈ ഇല വെച്ച് ഇവർ ഇലയുടെ ഉണ്ടാക്കും. നമ്മുടെ ഇലയപ്പം ഇല്ലേ, ആ സാധനം ഉണ്ടാക്കും. നോമ്പിലൊക്കെ ഇവർ കൂടുതലായിട്ടും ഈ ഒരു ഇലയുടെ ഉണ്ടാക്കും. കണ്ടോ, നല്ല കാറ്റ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമോ? ഇല്ലായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ അഗത്തിയിലെ ലൈറ്റ് ഹൗസ്. കണ്ടോ, ആണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. നമുക്ക് കയറാൻ പറ്റുമോ എന്ന് അവരോട് ചോദിക്കണം. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ദേ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. കണ്ടോ, നമ്മുടെ അഗത്തി ദ്വീപ് എൻഡ് ചെയ്യുന്ന സ്ഥലമായത്. ഞങ്ങൾ നേരെ ജെട്ടിയിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ദോ എല്ലാവരും ജെട്ടിയുടെ വാതിലിൽ നിൽക്കുക. കാരണം മഴ പെയ്താൽ പെട്ടെന്ന് ഓടാൻ വേണ്ടി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവർ പറഞ്ഞു മഴ വരുന്നുണ്ട്, പെട്ടെന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു. മഴ ദോ കോളുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴയായതുകൊണ്ട് ആൾക്കാർ കുറവ്. അവിടെ ഒരു തോണിയിൽ മീൻ പിടിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ദോ അവിടെ. മഴയായതുകൊണ്ട് എല്ലാവരും തിരിച്ചു വരുക. മീനുണ്ടാ? ബോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും എവിടെ നിന്നൊക്കെയോ ചാടി വന്നു. ചൂരമീനുണ്ട് അതിനകത്ത്. എല്ലാവരും എവിടെ നിന്നൊക്കെയോ ഓടിയെത്തി. 3 ചൂരയുണ്ട്, 3 ചൂര. 3 യെസ്. ചൂര. മഴ പോയി, ഇനി ഇറങ്ങിന്ന് മേടിക്കാം. എന്താന്ന് അപ്പം നമ്മൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ. ആദ്യം ഒന്ന് മഴ പെയ്തു, പിന്നെ തോർന്നു, പിന്നെയും പെയ്തു. ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇതാ മീനും കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, ബോട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പം ചൂരമീനാണ് കേട്ടോ, ചെവിയൻ ചൂര എന്നാണ് ഈ ചൂരയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതാ എല്ലാവരും ഇതുപോലെ വന്ന് കൂടി നിൽക്കും. ഈ ജെട്ടിയിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ വന്ന് നിൽക്കും. ഇതിൽ മീൻ മേടിക്കേണ്ട ആൾക്കാരുണ്ടായിരിക്കും, പിന്നെ ഇത് വെറുതെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ എല്ലാവരും ഇതുപോലെ വന്ന് നിൽക്കും. അതിനിടയ്ക്ക് കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള കുറേ ടൂറിസ്റ്റുകൾ
അവരെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇവിടെ കൊണ്ടുവരും വൈകുന്നേരം. അപ്പോൾ അവരും ഈ മീനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ വന്നിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ റൈറ്റിൻ്റെ അടുത്ത് കയറുന്നുണ്ട്. അതിനകത്ത് ആൾക്കാരുണ്ട്. ഇത് തുറന്നിട്ടില്ല. അവർ ജനൽ വഴി കയറി വന്നു തോന്നുന്നു. ഇത് നല്ല മഴ പെയ്തില്ല വീട് കൊണ്ടുവന്നു ചൂര എടുത്താൽ ഇവര്. അപ്പോൾ അത് 3 ചൂരയാണ് ഉണ്ടായിരുന്നത്. ഇതാ ഒരു ചൂരയെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ചൂരയാണ്. ഇപ്പം കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതല്ലേ, ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവരുടെ വീട്ടിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അവർ വലിയൊരു ചൂരയൊക്കെ അവർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം ഈ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ചൂണ്ടയൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ ഈ ബോട്ട് കൊണ്ടുപോയി അപ്പുറവശത്ത് കൊണ്ടിട്ടിട്ട് പിന്നെ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു മീനിനെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം മേടിക്കേണ്ട ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് അവർ മീനുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മറ്റേ മീനുകളെയും വേറെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മീനുകളൊക്കെ ഇതാ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇങ്ങനെ ബൈക്കിൽ മേടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബോട്ടിൽ വന്ന് മീനൊക്കെ തീർന്നു കേട്ടോ. അപ്പം നമ്മൾ ഇനി നമ്മുടെ പാലത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ നല്ല വൃത്തിയായിട്ട് തോർന്നു. എന്നാലും ചെറിയൊരു ഒരു കൂരാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നിൽക്കുന്നത് നമ്മുടെ അഗത്തി സ്കൂളിലെ അധ്യാപകരാണ് കേട്ടോ. ഇവരും വൈകുന്നേരം ഇങ്ങനെ കാറ്റുകൊള്ളാനും കാര്യം പറയാനും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നതാണ്. മിക്ക ആൾക്കാരും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ടപ്പുറത്ത് വേറെ ഒരു ബോട്ട് മീനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും കണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. മീൻ ഇറക്കുന്നതും ഒക്കെ ഇങ്ങനെ എല്ലാവരും വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ മഴയൊക്കെ തോർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈക്കിലും സൈക്കിളിലും ഒക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിൽ നിന്നുള്ള മീനുകളെ ഇറക്കുന്നുണ്ടോ, അതും ചൂരമീനാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ വന്ന മീനെയൊക്കെ അന്നേരം തന്നെ വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറ്റിയിട്ട് പുറത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കട്ട് ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ മീനായത് കാരണം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിൽക്കത്തില്ല. അപ്പോൾ അവർ ആ മീനുകളെല്ലാം പെട്ടിവണ്ടിയിൽ കയറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ പുറത്ത് വെച്ച് അവരതിനെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മളും അവിടേക്ക് വന്ന് നമുക്കും കുറച്ച് മീൻ വേണം. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് മീൻ വാങ്ങിക്കാനായിട്ട്. എല്ലാവരും വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ അന്നന്നാട് മീൻ മേടിച്ചാണ് എല്ലാവരും കഴിക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ കുറേ ദിവസം വെച്ച് കഴിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. കാരണം ഡെയിലി മീൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് ഇതുപോലെ മേടിച്ച് കൊണ്ടുപോയി ഫ്രഷായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കഴിക്കാൻ പറ്റും. ഒരു ഐസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മീൻ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന മീൻ അന്നേരം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് മീനിന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ ചൂരയുടെ തലയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ചൂരയുടെ തല മേടിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം നമുക്ക് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അതായത് ഒന്നും ഇവിടെ കപ്പയൊന്നും കിട്ടത്തില്ല. അപ്പം ഇന്നലെ വന്നൊരു കപ്പലിൽ കപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മേടിച്ച് ഞാൻ വിചാരിച്ചു നാളെ നല്ല കപ്പയും വേവിച്ച് ചൂരയുടെ തല നല്ല തോട്ടുപുളിയും അതുപോലെ മുളകൊക്കെ അരച്ച് നല്ല മുളക് കറി വെച്ച് കപ്പയും കൂട്ടി കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചൂരയുടെ തല വാങ്ങിക്കുന്നത്. നമുക്കുള്ള തല അഥവാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചൂരയുടെ തലയാട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അവർ നല്ല വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകളിലും നമ്മൾ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്കുള്ള മീൻ തന്നു കേട്ടോ. ഇനി തല അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തല രണ്ടായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അതിൻ്റെ മീൻ വേറെ ഒരാൾ വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ വെയിറ്റ് നോക്കി അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.